അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ റിവ്യൂ എന്ന് പറഞ്ഞാൽ തുടക്കം എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ റിവ്യൂയാണ് ഞങ്ങൾ തുടങ്ങിയത്. അതായിരുന്നു ഞങ്ങളുടെ തുടക്കം. അപ്പോൾ തുടക്കത്തിന് ശേഷം നമ്മൾ കണ്ട സിനിമ ഏതായിരുന്നു? വിശ്വനാഥ് ആൻഡ് സൺസ്. സൂര്യ അഭിനയിച്ച വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന സിനിമയാണ് ഞങ്ങൾ കണ്ടത്. കോട്ടക്കൽ തന്നെയാണ് കണ്ടത്, ലീന തിയേറ്ററിൽ. എന്താണ് അഭിപ്രായം? നല്ല സിനിമയാണ്, നല്ലൊരു ക്ലാസിക്കൽ എന്റർടൈൻമെന്റ് സിനിമയാണ് സൂര്യയുടെ. നമ്മള് കറുപ്പ് കണ്ടതുപോലെ അല്ല, വേറൊരു എക്സ്ട്രീം ലെവൽ ആക്ടിങ് ആണ് ഇതിനകത്ത് സൂര്യയുടെ. കറുപ്പിനകത്ത് വേറൊരു ആക്ടിങ്, ഇതിനകത്ത് ഇതിൻ്റെതായ ഒരു പെർഫോമൻസ്. അതായത് ഫാമിലി റിലേഷൻഷിപ്പിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിനിമയാണ്. അതെ അതെ, അങ്ങനെയുള്ള ഒരു കഥയാണ്. ട്രെയിലർ കാണുന്ന പോലെ അല്ല, മൊത്തത്തിൽ ഒരു സസ്പെൻസ് ആണ് സിനിമയ്ക്കകത്ത്. അല്ല, ട്രെയിലറിനകത്ത് ഒന്നും കാണിക്കുന്നില്ല, നമ്മള് സിനിമ കണ്ടാലേ അത് മനസ്സിലാവും. എന്തായാലും കാശ് മുതലാവും സിനിമ. അതായത് ഇപ്പൊ സിനിമയ്ക്കകത്ത് സിനിമയുടെ മേക്കിങ്ങില് ഒരു സസ്പെൻസ് എന്നുള്ളതല്ല ട്രെയിലറിൽ. പക്ഷെ ഞാൻ ആക്ച്വലി ഈ സിനിമ കാണാൻ തീരുമാനിച്ചതിന്റെ ട്രെയിലർ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. കാരണം ട്രെയിലറിലുള്ള എനിക്ക് ട്രെയിലർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് വർക്കായി. അല്ല, മമിത ബൈജുവിന്റെ പെർഫോമൻസും സൂപ്പറാണ്. അതായത് നമ്മുടെ സന്തോഷ് സുബ്രഹ്മണ്യത്തിനകത്ത് ജമീലി എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത്, ഹാസിനി എന്ന ക്യാരക്ടർ ചെയ്യുന്നതിലാണ് ഇതിനകത്ത് നമ്മുടെ മമിത ചെയ്തേക്കുന്ന പെർഫോമൻസ് നല്ല 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 രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ മമിത ഇപ്പൊ തമിഴില് ഇപ്പൊ ഇതിനു മുമ്പ് നമ്മൾ കണ്ടത് വിജയുടെ കൂടെ ആ സിനിമയില് അല്ലേ? ഓക്കെ, അപ്പൊ വിജയന്റെ കൂടെ മമിത ഗംഭീര പെർഫോമൻസ് ചെയ്തതിനു ശേഷം ഇപ്പൊ സൂര്യയുടെ കൂടെ ഒരു മെയിൻ സ്ട്രീം അല്ലെ, ഒരു മെയിൻ നായികയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പൊ മമിത റൈസ് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇനി അടുത്തത് നിവിൻ പോളിന്റെ കൂടെ ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറഞ്ഞ ഗിരീഷ് ഷെഡി പടത്തില് വരുന്നുണ്ട് നായികയായിട്ട്. അതിപ്പോ ഈ ഓണത്തിന് റിലീസാണ്. അത് ബോറടിക്കത്തില്ല, നല്ല സിനിമയാണ്. ചിരിക്കാനുണ്ട്, എന്നാൽ ഇമോഷണലി നമുക്ക് ടച്ച് ചെയ്യുന്ന സീൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്. ഒരു ഫാമിലി എന്റർടൈനർ അല്ലെങ്കിൽ ഫാമിലി ഡ്രാമ ആ രീതിയിൽ കിടത്തിൽപ്പെടുത്താവുന്ന വളരെ റിച്ച് ആയിട്ടുള്ള ഫ്രെയിംസ് ഒക്കെ ഉള്ള, അത് ഒരു കൊട്ടാരം പോലത്തെ ഒരു വീട് അല്ലേ? ആ വീട് കണ്ടാൽ തന്നെ നമുക്ക് കഥകളാണ്. ഞാൻ കണ്ടത്, പക്ഷെ നമുക്ക് ഇന്നലെ എന്റെ റിവ്യൂ ഇടാൻ പറ്റില്ല. അത് കുഴപ്പമില്ല, പക്ഷെ 3 ദിവസം കഴിഞ്ഞിടുന്നതാണെന്ന് തോന്നുന്നു എന്റെ ഒരു നല്ലത്. അല്ലെ, ആളുകൾ കയറട്ടെ എന്നുള്ളതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് ഞാൻ പ്രധാനപ്പെട്ട ഒരു റിവ്യൂവറുടെ ഒരു ഇത് ഞാൻ കണ്ടിരുന്നു. അപ്പൊ അത് പുള്ളി ഒരു നെഗറ്റീവായിട്ടാണ് റിവ്യൂ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നമുക്ക് അങ്ങനെ യഥാർത്ഥത്തിൽ പറയാൻ കഴിയുമോ? ഇല്ലില്ല. ശരിക്കും പടം ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മള് കുറച്ചു നേരം ആ റിച്ച് ഫാമിലിയിൽ അങ്ങ് ഒക്കെ പെടുന്ന പോലെയാണ് തോന്നുന്നത്. കാര്യം ആ ഒരു വീടിന്റെ ഒരു, എനിക്കും ജെന്യുവൻലി പറയുകയാണെങ്കിൽ ആ സിനിമ എന്താണ് ആ 2-2.5 മണിക്കൂർ, എത്ര കറക്റ്റ് ഡ്യൂറേഷൻ ഓർമ്മയില്ല. അപ്പൊ ആ ഒരു ഇത് നമ്മൾ എൻജോയ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഫാമിലിന്റെ കൂടെ. കഥ എന്താണെന്നുള്ളത് നിങ്ങൾ എല്ലാവരും പോയി സിനിമ കാണാൻ. തീർച്ചയായിട്ടും. ശരി, ഇപ്പൊ നമ്മളിപ്പോ ട്രെയിലറിൽ കണ്ടതുപോലെ തന്നെ ഒരു സറഗേറ്റ് മദർ എന്നുള്ളതാണ് കോൺസെപ്റ്റ്. അപ്പൊ അങ്ങനെ ഒരു, പിന്നെ അതിന്റെ ഇമോഷൻസും പരിപാടികളിലൂടെ അങ്ങനെ പോകുന്ന ഒരു ട്രാക്കാണ് പരിപാടി. അതാണ് സിനിമയുടെ ഒരു ഇത്. ഞങ്ങൾ കൂടുതൽ അതിൽ കഥയിലേക്ക് കടക്കുന്നില്ല. എന്നിരുന്നാലും സൂര്യയുടെ ഫൈറ്റും പറഞ്ഞാൽ അതിന്റെ ആക്ടിങ്ങും ഒക്കെ ഞാനൊരു സൂര്യ ഫാനാണ്. തമിഴിൽ എനിക്ക് ഇഷ്ടപ്പെട്ട നടന്മാരിൽ ഒരാളാണ് സൂര്യ എന്ന് പറയുന്നത്. സോ ഐ ആം സാറ്റിസ്ഫൈഡ് ആസ് എൻ ഓഡിയൻസ്. അത് നാസർ എന്ന് പറഞ്ഞ ആക്ടറാണ്. അപ്പൊ അദ്ദേഹം ഒരു കോമഡി അല്ലേ, ഹ്യൂമർ പരിപാടി ചെയ്തിട്ടുണ്ട്. നല്ല സിനിമ, എല്ലാരും പോയി കാണാം. അത്ര വേറെ എന്തെങ്കിലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ എല്ലാവരും ഈ സിനിമ കഴിയുമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഞങ്ങൾ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നു. ഞങ്ങൾ അങ്ങനെ എല്ലാ സിനിമകളൊന്നും പോയി കാണുന്ന ഒരു ഇതൊന്നുമല്ല, നമ്മൾ സെലക്റ്റീവായിട്ട് തന്നെയാണ് തിയേറ്ററിൽ പോയി പടങ്ങൾ കാണുന്നത്. സോ ഇത് ഞങ്ങൾക്ക് ജെന്യുവൻലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും വർക്കായിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. താങ്ക് യു.